നമ്മുടെ ഇന്നത്തെ ചിന്ത ജോസഫ് ആസ് എ ഡിസൈപ്പിൾ എന്നുള്ളതാണ്. യോസേഫ് ശിഷ്യത്വത്തിന്റെ മാതൃകയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോസേഫിനെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഇവിടെ പറയുന്നത് അവൻ നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായികൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാനായിട്ട് ഭാവിച്ചു. He is taking a decision in his life in a very special moment in his life. അവന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക നിമിഷത്തിൽ വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനം അവൻ എടുക്കുകയാണ്. He is a Jew. He has to obey the Jewish laws. അവന് യഹൂദനായിരിക്കുന്നത് കൊണ്ട് യഹൂദന്റെ നിയമങ്ങളെ അനുസരിക്കേണ്ടുന്നവനാണ് അവൻ. ആവർത്തന പുസ്തകം 22 അധ്യായം 23, 24 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ we can see what has to do to a girl like this. ഇങ്ങനെ വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ട് ആ വിവാഹത്തിന്റെ അനുഭവത്തിൽ ഇപ്രകാരം ഗർഭവതിയാകുന്ന ഒരു പെൺകുട്ടിയോട് ചെയ്യേണ്ടുന്ന നീതിയുടെ ലോയുടെ ശക്തി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്, കല്ലെറിഞ്ഞ് കൊല്ലണം. എന്നാൽ അവൻ നീതിമാനാകൊണ്ട് അവനൊരു കാര്യം ചെയ്യുകയാണ്. He want to obey the law. അവളെ ഉപേക്ഷിക്കാൻ ഭാവിക്കുകയാണ്. He is not ready to take her. അവളെ ചേർത്ത് കൊള്ളാനായിട്ട് അവനല്പം പ്രയാസമുണ്ട്. എന്നാൽ അവൻ പറയുന്നു, എനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഈ സ്ത്രീക്ക് എന്തുണ്ടാകരുത്? ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ല. He is a righteous person, not rooted in legalism, but in trust in God. അവൻ നീതിമാനാകുന്നതിന്റെ കാരണം അവൻ നിയമത്തിലല്ല ആശ്രയിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ കരുണയിൽ അവൻ ആശ്രയിക്കുന്നു. അവന് പരിചയമുള്ള ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് he see that God is merciful. അവനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവൻ കരുണകളിൽ പ്രസാദിക്കുന്ന, കരുണയോടെ പ്രസാദിക്കുന്ന ഒരു ദൈവത്തെ കാണാനായിട്ട് നമുക്ക് ഇടയായിട്ട് തരും. So we see he is a man of relationship, right relationship with God and human being. അതാണ് നമ്മൾ കാണുന്നത്. ദൈവത്തോടുള്ള അവന്റെ വാഗ്ദത്തം അവന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിക്ക് ലോകത്തിൽ അപവാദം വരുത്തുവാൻ അവൻ ഇടയാകുന്നില്ല. ഒരു നീതിമാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളുടെ അനുഭവങ്ങളിൽ അവൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതനുസരിച്ചാണ് അവന്റെ നീതിയെയും നീതിബോധത്തെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഒട്ടും മാറിപ്പോകാതെ കൃത്യമായി ഇവിടെ മത്തായി പറഞ്ഞവതരിപ്പിക്കുകയാണ് യോസേഫിനെ. യോസേഫ് നീതിമാൻ ആണ് എന്ന് പറയുന്നതിന് അടിവരയിട്ട് പറയുന്നു, അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ല. അപ്പോൾ അവൾക്ക് അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ല. അൺവില്ലിങ് ടു പുട്ട് ഹർ ടു ഷെയിം. ഇല്ലേ, ഷെയിം. നമ്മൾ കണ്ടു നമ്മുടെ നാട്ടിൽ അല്ലേ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ചില നാളുകൾക്ക് മുമ്പ് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അല്ലേ, എൻ്റെ കാരണങ്ങൾ പലതായിരിക്കും. ആത്മഹത്യ ഒന്നിനും ഇല്ല. എൻ്റെ കാരണമെന്ന് പറയുന്നത് he thought he is അല്ലേ in a shameful situation. ഒരു സ്ഥലത്ത് നടന്ന ഒരു യാത്രയപ്പ് യോഗം, അത് ചാനലുകളിലൂടെ പലയിടങ്ങളിൽ പ്രചരിക്കപ്പെടുന്നു. അത് തൻ്റെ ജീവിതത്തിന് നാണക്കേടാണെന്ന് തോന്നിയപ്പോൾ അവൻ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ഷെയിം മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. ലജ്ജ എന്ന് പറയുന്നത്, ലജ്ജിതരാകാൻ മനുഷ്യർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിയമത്തിന്റെ കാർക്കശ്യങ്ങളുള്ള ആ ലോകത്തിൽ, വളരെ സ്ട്രിക്റ്റായി അത് പാലിച്ചിരുന്ന ഒരു ലോകത്തിൽ, ഹൃദയമുള്ള യോസേഫിന് മറിയയുടെ ഹൃദയത്തിന്റെ വിങ്ങലുകളെ കാണാൻ കഴിഞ്ഞു. മറിയയുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ കാണാൻ കഴിഞ്ഞു. ഈ ലോകത്തിന് മുൻപിൽ അവൾ തുറക്കപ്പെട്ടാൽ അവൾക്ക് വരുവാൻ പോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കാണാൻ കഴിഞ്ഞതുകൊണ്ട് അവൻ അവിടെ മനസ്സിലാക്കുകയാണ്, അവൾക്ക് അപവാദം വരുത്തുവാൻ സാധിക്കുന്നില്ല. പല പേരുകൾ നമ്മൾ പിശാചിന് പറയാറുണ്ട്. അതിൽ ഒരു പേര് നമ്മൾ പറയുന്നത് ആഗിൽക്കറുസ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പല ട്രാൻസ്ലേഷൻ ഇങ്ങനെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഒന്ന് ഞാൻ മനസ്സിലാക്കിയത് ഭക്ഷണപ്രിയൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഭക്ഷണപ്രിയൻ. കാരണം
ഏദൻ തോട്ടത്തിൽ ആപ്പിളല്ല പഴം കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത് അല്ലേ? പഴം പറിച്ചു തിന്നാൻ പറഞ്ഞിട്ടാണ്. ഭക്ഷണത്തോടുള്ള താല്പര്യം, ഭക്ഷണപ്രിയൻ എന്ന് പറയാറുണ്ട്. മറ്റൊരു പേര് സാത്താന് കൊടുക്കുന്ന പേര്, വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ട്, അവന് കൊടുക്കുന്ന പേര് അപവാദി എന്നാണ്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ രണ്ടുപേരെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് വചനം പറയുന്നു, കർത്താവ് അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഹി മീഡിയേറ്റ്സ്, അല്ലേ, ഇന്റർസീഡ്സ് ഫോർ അസ്. നമുക്ക് വേണ്ടി അവൻ പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ വേറൊരുത്തൻ അവിടെ നിൽപ്പുണ്ട്. അവന്റെ ജോലി നമ്മളെ നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക. സ്വർഗത്തിൽ സാത്താനുണ്ടോ എന്ന് എന്നോട് ആരും ചോദിച്ചു കളയരുത്. നമ്മളിവിടെ പറയുകയാണ്, അവനെ കുറിച്ച് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാ. അവൻ എന്ത് ചെയ്യുന്നു? കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ നോണ്ട നോക്ക്, കൈ അങ്ങോട്ട് നോക്കിയപ്പം ശരിയായില്ല. ഇന്നത്തെ പ്രസംഗം നീണ്ടുപോയി, ഇല്ലേ? എന്നെ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കും ഇത് പറഞ്ഞത്. എന്നൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് സാത്താൻ ഇങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ട് ഇരിക്കും. അതാ ദൈവത്തിന്റെ പ്രത്യേകത. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു മൃഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. പല കൊമ്പുകളും മുടികളും ഒക്കെയുള്ള ഒരു മൃഗം. ആ മൃഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ മൃഗത്തിൽ ദൂഷണ നാമം എഴുതി വെച്ചിരിക്കുക. ബ്ലാസ്ഫെമസ്, ദൂഷിക്കുന്ന ഒരു ജീവിതത്തിന്റെ പ്രകൃതത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് യോസഫിനെ നമ്മൾ കാണുമ്പോൾ he don't want to be sided with Satan. സൈറ്റനോട് കൂടെ നിൽക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഇത്ര പ്രതിസന്ധി തനിക്കുണ്ടാക്കിയ ഈ സ്ത്രീക്ക് അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ല എന്ന് കണ്ടത്. എൻ്റെ അപ്പച്ചൻ പല വീടുകളിൽ, ഞങ്ങളുടെ നാട്ടിൽ നമുക്കറിയാലോ, അച്ഛന്മാരുടെയൊക്കെ സൗകര്യങ്ങൾ പലപ്പോഴും ഇല്ലാത്തപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ വീടിൻ്റെ പ്രത്യേക എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയ്ക്കായിട്ട്, ബന്ധുക്കളുടെയൊക്കെ വീടുകളിലൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കുമ്പോൾ പല സങ്കീർത്തനങ്ങൾ പറയുന്നതിൽ ഒരു സങ്കീർത്തനം 15-ാം സങ്കീർത്തനം. അതുകൊണ്ട് എനിക്ക് ആ സങ്കീർത്തനം കാണാതെ അറിയാം. ദേവമോക്കും ഇപ്പോൾ ആ സങ്കീർത്തനം കാണാതെ അറിയാം. സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുന്നവൻ, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവൻ, നാവ് കൊണ്ട് കൊള്ള പറയാതെയും തൻ്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. അപ്പൊ നീതിമാൻ ആരാണ്? യഹോവയുടെ കൂടാരത്തിൽ പാർക്കുന്നവൻ ആരാണ്? തൻ്റെ കൂട്ടുകാരൻ എന്തുണ്ടാക്കത്തില്ല? അപമാനം ഉണ്ടാകത്തില്ല. എൻ്റെ 3 പോയിന്റ് ഇന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഒരു പോയിന്റ് പറഞ്ഞങ്ങ് നിർത്തുമായിരിക്കും ചിലപ്പോൾ. എങ്കിൽ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ദ വേൾഡ് വി ആർ ലിവിങ്, അതിൻ്റെ ഒരു പ്രത്യേകത അപവാദങ്ങൾ പ്രചരിക്കപ്പെടുന്ന ഇടങ്ങളാണ്. ഇന്ന് ആർക്കും അപവാദങ്ങൾ പ്രചരിപ്പിക്കപ്പെടാൻ ഒരു പരിമിതിയില്ല, അല്ലേ? ഷെയറിങ്. എന്താ കാര്യം? അപവാദം പ്രചരിപ്പിക്കാൻ നമുക്ക് മനസ്സാണ്, അപവാദം പറയുവാൻ നമുക്ക് മനസ്സാണ്. എന്താണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം? അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഞാൻ കണ്ടെത്തുന്നു, എല്ലാവർക്കും അതിന് സമയമുണ്ടെങ്കിൽ അത് സമയം കൂടുതലുള്ളവർക്കാണ് അത് ചെയ്യാൻ പറ്റുക. വെറുതെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ ചിലപ്പം ഞാൻ ബോംബെയിൽ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ തിരക്കുകളൊക്കെ ഒന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ ഈ ട്രെയിനുകളിൽ നോക്കിയാൽ, ലോക്കൽ ട്രെയിൻസിൽ നോക്കിയാൽ ഒത്തിരി അപ്പച്ചന്മാർ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ആളുകൾ ഒരുമിച്ച് ഇങ്ങനെ ട്രെയിനിൽ സഞ്ചരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ സമയത്ത് പത്രങ്ങളിലൊക്കെ വന്ന ചില ആർട്ടിക്കിൾ കണ്ടത്, ഇവർ പണ്ട് ഇതേപോലെ ട്രെയിനിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ലോക്കൽ ട്രെയിൻസിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവർ റിട്ടയറായി. അപ്പോൾ അവർ വെറുതെ വീട്ടിൽ ഇരിക്കുക. അപ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു മാർഗം, അവരെല്ലാം കൂടെ ട്രെയിനിനകത്ത് ഇതെടുക്കാം, സീസൺ ടിക്കറ്റ് എടുക്കാം. വലിയ എമൗണ്ട് ഒന്നും കൊടുക്കണ്ട. അന്നത്തെ കാലത്ത് 100-150 കൊടുത്താൽ ഒരു മാസത്തേക്കുള്ള സീസൺ ടിക്കറ്റ് കിട്ടും. എനിക്കൊന്ന് പ്രത്യേകിച്ച് വാർദ്ധക്യമായതുകൊണ്ട് കുറച്ചും കൂടെ ഇളവ് കിട്ടായിരിക്കും. അവർ രാവിലെ ഒരു ട്രെയിനിൽ കയറും. ട്രെയിനിൽ കയറിയിട്ട് വേറെ ഒരു സ്റ്റേഷനിൽ പോയി ഇറങ്ങും. അവിടെ എല്ലാവരും കൂടെ പോയി പാർക്കിലൊക്കെ ഇരിക്കും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് തിരക്ക് കൂടുന്നതിന് മുമ്പ് അവരടുത്ത ട്രെയിനിൽ കയറി തിരിച്ച് പോകും. പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ സംസാരിച്ചും കാര്യം പറഞ്ഞും ചായ കുടിച്ചും ഒക്കെ ഇരിക്കും. ദേ മേക്ക് ദംസെൽഫ് ആക്റ്റീവ്. അവരെ ആക്റ്റീവ് ആക്കുന്നതിൻ്റെ കാരണം.
അപ്പൊ ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്, ബന്ധങ്ങളിലൂടെ എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് സമയം ഒരുപാട് ലഭിക്കുമ്പോൾ വി ഹാവ് ടു ഡു സം ക്രിയേറ്റിവിറ്റി. പ്രായമാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഇപ്പോഴേ പ്ലാൻ ചെയ്യണം. ഐ വിൽ ഡു ലൈക്ക് ദിസ്, അല്ലേ? നമുക്ക് അച്ഛന്മാർ റിട്ടയർ ചെയ്താൽ എന്തോ ചെയ്യും? സഭയെ കുറ്റം പറഞ്ഞ് ഇത്രയും നാൾ നടന്നു വേണമെങ്കിൽ ചെയ്യാം, അല്ലേ? ഞാൻ അടുത്ത സമയത്ത് എവിടെയോ പറഞ്ഞു, അല്ലേ, നമ്മുടെ ഒരു അച്ഛൻ, അല്ലേ, റിട്ടയർ ചെയ്തപ്പോൾ അച്ഛൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ പോയി, അവിടെ പോയി രോഗികളെ കാണുന്ന ഒരു ശുശ്രൂഷ ചെയ്യുകയാണ്. യൂസിങ് ഹിസ് ടൈം ഇൻ എ ജെനുവിൻ മാനർ. ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്, പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതാണ് നീതിയുടെ അനുഭവം എന്ന് പറയുന്നത്. ഈ ചാനലുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാം. എത്ര ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് ചെയ്യാം, നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് പറയാം, ഇല്ലേ? ഏതെല്ലാം തരത്തിൽ നമുക്കത് വിനിയോഗിക്കാനായിട്ട് സാധിക്കും. ബട്ട് സംടൈംസ് വി ഫെയിൽ ടു ഡു ദാറ്റ് വൺ ആൻഡ്, അല്ലേ, നമ്മൾ കാണുകയാ നമ്മളത് മറ്റൊരു തരത്തിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. യോസെഫ് നീതിമാനാണ്, ഒറ്റ കാരണം കൊണ്ട് ഇവിടെ പറയുകയാണ്, അവൻ നീതിമാനാകൊണ്ട് അവന് ലോകാപവാദം വരുത്താൻ മനസ്സില്ല. 2 പോയിന്റ് പെട്ടെന്ന് പറയുക, വേണമെങ്കിൽ സ്ലൈഡ് വീട്ടിൽ പോയി നിങ്ങൾ കണ്ടോ, പറഞ്ഞു തിരികെയാണ്. ഹി വാസ് എ മാൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. സ്വപ്നത്തിന് മുമ്പ് ഒരു ജോസഫ്, സ്വപ്നത്തിന് ശേഷം ഒരു യോസെഫ്. സ്വപ്നത്തിന് മുമ്പുള്ള യോസെഫ് അല്ല, സ്വപ്നത്തിന് ശേഷമുള്ള യോസെഫ്. സ്വപ്നത്തിലുള്ള യോസെഫ് ഈസ് മോർ റിഫൈൻഡ് ആൻഡ് റീഫോംഡ്. അവന്റെ തീരുമാനങ്ങൾ, ചിന്തകൾ, ആലോചനകളൊക്കെ മാറുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, ന്യൂ ക്രിയേഷൻ. ഇവിടെ ഇതാ അറിയിപ്പ്, ദൂതന്റെ അറിയിപ്പ് വന്നു. അറിയിപ്പിന് അനുയോജ്യമായി അവന്റെ ജീവിതത്തെ ക്രമീകരിച്ചു. എ ട്രാൻസ്ഫോംഡ് പേഴ്സൺ, റിഫോംഡ് പേഴ്സൺ, റീക്രിയേറ്റഡ് ഹ്യൂമൻ ബീയിങ്. കർത്താവിലുള്ള ഒരു വ്യക്തിയും അങ്ങനെയാണ്. അവൻ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ ജീവിക്കേണ്ടുന്നവനാണ്. പുതിയ സൃഷ്ടിയുടെ ജീവിതാനുഭവങ്ങളിലൂടെ അവൻ പോകേണ്ടുന്നവനാണ്. ന്യൂ ക്രിയേഷൻ, പുതിയ സൃഷ്ടി, ക്രിസ്തുവിനെ ധരിക്കുന്ന ജീവിതത്തിന്റെ അനുഭവത്തിൽ ആയിത്തീരേണ്ടുന്നവൻ ആണ്. അല്ലാതെ ഈ ക്രിസ്തീയ ജീവിതത്തിന് എന്തില്ല? അർത്ഥമില്ല. കാരണമുണ്ട്, നമ്മൾ ഒരു ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവർ ആണ്. നമ്മൾ ആരും പൂർണ്ണരല്ല. നോബഡി ഈസ് പെർഫെക്റ്റ്. അച്ഛൻ പൂർണ്ണനല്ല, ഉപദേശി പൂർണ്ണനല്ല, തിരുമേനി പൂർണ്ണരല്ല, ജനങ്ങൾ പൂർണ്ണരല്ല. We are people of limitation and weakness, but only one is perfect, that is God. ദൈവമാണ് പൂർണ്ണൻ. Only the Holy Spirit can renew us. നമ്മളെ പുതുക്കാനായിട്ട് സാധ്യമായിട്ട് തീരും. മനോഹരമായ ഒരു പാട്ടാ 2ാമത്തെ പാട്ട് നമ്മൾ പാടി. 1ാമത്തെ പാട്ട് മനോഹരമല്ല എന്ന് പറയത്തില്ല, അത് മനോഹരമാണ്. എന്നാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പരിശുദ്ധൻ മഹോ. എന്ന് അച്ഛൻ പറഞ്ഞ് പാടിപ്പിച്ചാണെന്ന് ചോദിക്കരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവദാസനാണ് ഭക്തവത്സർ. അദ്ദേഹം മരിച്ചുപോയി, ബാംഗ്ലൂരായിരുന്നു. അടുത്ത സമയത്താണ് എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ ഒരു 3-4 ദിവസം അദ്ദേഹത്തോടു കൂടെ താമസിക്കാൻ ഒരു കൃപ. നമ്മുടെ ക്രിസ്മസിന് പാടുന്ന ഒരു പാട്ടാണ്. സാധാരണ പാട്ടിലൊക്കെ നമ്മൾ ആട്ടിടയിൽ വന്നതും ദൂതന്മാർ വന്നതും പറഞ്ഞതും ചാടിയതും, ഇല്ലേ, കണ്ണും കണ്ടും ഒക്കെയാ പറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഈ പാട്ടിന് പ്രത്യേകതയുണ്ട്. അതിന്റെ അവസാനത്തെ എങ്ങനെയാ പറയുന്നത്? ഞാൻ ഈ പറയുമ്പോൾ ഞാനത് മറന്നു പോകും. അത് പാട്ടിന്റെ വഴി ഇങ്ങനെ അവസാനത്തെ എൻ്റെ ഓർമ്മയിൽ എന്താണ്? കോടാകോടി ദൂതരുമായി, അല്ലേ, അവൻ വാനിൽ വരും. ആണോ? ഇതാണ് ഇതിന്റെ പൂർണ്ണത. ഈ സന്തോഷത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നതാണ്. One day my Lord will come back. So I have to be a person of transformation. രൂപാന്തരപ്പെട്ട മനുഷ്യനായിരിക്കണം. ലോകം പറയുന്ന വാക്കും നാവും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരില്ല, വരുവാൻ പാടില്ല. കാരണം നമ്മൾ ലോകത്തിനുള്ളവരല്ല, മറിച്ച് നാം ദൈവത്തിനുള്ളവർ ആകുന്നത് കൊണ്ടാണ്. സോ ജോസഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ, കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നു. The world itself is being renewed. A new world is formed. കാരണം നമ്മൾ കാണുന്നു, അല്ലേ, ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ AD എന്നും BC എന്നും 2ആയിട്ട് വിഭജിക്കുകയാണ്. The world changes. The laws of the world is changes. The outlook of the world is changing. എല്ലായിടം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ലോകത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം. 3ാമത് കാണുകയാണ്. ആരാണ് യോസേഫ്? എ മാൻ ഓഫ് ഒബീഡിയൻസ്. അതാ ഞാൻ ആ വാക്യങ്ങളോട് ചേർത്ത് വെച്ചത്. ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ
ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശുവെന്ന് പേർ വിളിച്ചു. അക്കമിട്ട് മത്തായി പറയുന്നു, he is a man of God, he is a disciple of God, because whatever the angel has said, he obeyed without hesitation. ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാൻ സാധിക്കുന്നവരാ. നമ്മുടെ പ്രശ്നം എന്തനുസരിക്കണം അനുസരിക്കണ്ട എന്നുള്ളത് സൗകര്യപൂർവ്വം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ അടുത്ത് ചില ആളുകൾ വന്ന് ചോദിക്കും, കൽപ്പന അനുസരിച്ചിട്ടുണ്ടോ? അപ്പോഴാ നമ്മൾ പറയുന്നത്, എന്തൊക്കെയാ കൽപ്പന? അല്ലേ? ഏതെങ്കിലും കുളത്തിൽ പോയി ചാടണം, അതാ കൽപ്പന. നോ 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 നോ. All the Bible is the thing that we have to obey. വചനം മുഴുവൻ, കർത്താവ് പറഞ്ഞത് മുഴുവൻ അനുസരിക്കാനുള്ളവരാ. പറ്റുമോ? പറഞ്ഞവസാനിപ്പിക്കുന്നു. Why Joseph is a disciple of God, a model of discipleship, because he is a righteous dreamer. He was a man of righteousness. He didn't want to shame his wife. ഹൃദയം കൊണ്ട് ഭാര്യയെ സ്നേഹിക്കുന്നു. ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു, ഗാഢമായി സ്നേഹിക്കാൻ തീരുമാനിച്ചു. Second thing that we see, he is a man of reformation, renewed man, a new creation. Before the dream and after the dream, we see the difference in Joseph. കർത്താവിനെ കണ്ടതും കർത്താവിനെ കാണുന്നതിന് മുമ്പേയുമുള്ള ജീവിതം രണ്ട് ജീവിതങ്ങളായി അടയാളപ്പെടുത്തണം. The third thing, he is a man of obedience. Whatever the angel has said, whatever God has commanded through the angel, he was ready to obey without hesitation, without denying. If we are the disciple of Jesus, we are called to obey God in our life. May this Christmas season help us to obey God in every respect. Thank you.